ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വ്ളോഗ് എടുക്കാൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശ്, അതായത് എൻ്റെ അനിയൻ, അതായത് ഹസ്ബൻഡിൻ്റെ അനിയൻ പുറത്തേക്ക് പോവാണ് അടുത്ത ദിവസം. അപ്പം അതിന് മുന്നോടിയായിട്ട് ഞാനൊരു വ്ളോഗ് എടുക്കാമെന്ന് കരുതിയിട്ട് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ധൻഷു ബേബിയും ആപ്പനും കൂടെ വണ്ടി കഴുകുന്നുണ്ട്. ഇവനാ ധൻഷു വിളിക്കുന്നത് ആപ്പി എന്നാണ് കേട്ടോ. നമ്മളിവിടെയൊക്കെ അച്ഛൻ്റെ അനിയനെ ആപ്പൻ എന്നാണ് വിളിക്കുക, പക്ഷേ ധൻഷു ബേബി ആപ്പി എന്നാണ് വിളിക്കാറ്. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പണിയൊക്കെ ഇറങ്ങിയതിന് ശേഷം എന്താ തളിപ്പറമ്പിലേക്ക് പോവുകയാണ്, ടൗണിലേക്ക്. അപ്പം പോകുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. പിന്നെ എനിക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് തോന്നി. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകണം. എൻ്റെ കയ്യിൽ നൈസായിട്ട് ഒരു മുറിവും കൂടെ പറ്റിയിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ കായത്തിൻ്റെ പാട്ട തുറക്കാൻ വേണ്ടി കത്തിയെടുത്ത് തുറന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ നൈസായിട്ട് കൈ മുറിഞ്ഞു. ചെറിയൊരു മുറിവേ ഉള്ളൂ, പക്ഷേ എനിക്ക് കത്തിയൊക്കെ വെച്ച് മുറിയുമ്പോൾ അത് ഭയങ്കര ഇറിറ്റേഷനാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ആ മറ്റേ സാധനം ഒട്ടിക്കാൻ ഒട്ടും ഇഷ്ടമല്ല, എനിക്കത് പേടിയാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോയത് ഉണക്ക മേടിക്കാൻ വേണ്ടി. ഉണക്കൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമ്മളിതാ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ, അങ്ങനെ കുറേ അധികം സാധനങ്ങളൊന്നും വാങ്ങിക്കണം, അതൊക്കെ ഓൾറെഡി വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ പിന്നെയും വിട്ടുപോയ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ മേടിക്കാനും പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിക്കാനുണ്ട്. പച്ചക്കറി ഇവിടെ നിന്നല്ല, മറ്റിടത്തു നിന്നാണ് മേടിക്കാം. അപ്പോൾ അതിന് ട്രൈ എടുത്തിട്ടുണ്ട്. ധൻഷു ബേബി അത് വലിച്ചുകൊണ്ട് നടക്കാണ്ട്, അവനതൊരു കളിപ്പാട്ടം പോലെയാണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ടായത്. അത് എൻ്റെ കയ്യിലോ ഹസ്ബൻഡിൻ്റെ കയ്യിലോ ഒന്നും തന്നെ കൊടുക്കുന്നില്ല കേട്ടോ ആൾ. അപ്പോൾ നമ്മളെ കൂടെ തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു വ്യക്തി നമ്മളെ വിട്ടിട്ട് കുറച്ച് ദൂരത്തേക്ക് പോകുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും ഒരു സങ്കടം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും തന്നെ ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ കൂടെ അവരില്ലെങ്കിൽ കൂടി, അതായത് അവൻ എപ്പോഴും ജോലിക്ക് പോകുന്നതാണ്, കൂടുതലും നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാറില്ല. എന്നാൽ കൂടിയും നമുക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ നമ്മളെ വിട്ടിട്ട് കുറച്ച് ദൂരത്തേക്ക്. ഇപ്പോൾ ഇന്നത്തെ ഇതിലൊക്കെ വീഡിയോ കോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും എന്തായാലും ഒരു വിഷമം ഉണ്ടാവില്ല എല്ലാവർക്കും. അപ്പോൾ അതൊക്കെ എടുക്കട്ടെ. നമ്മളിത് ധൻഷു ബേബി ഐസ്ക്രീമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇനി നമ്മൾ ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബില്ല് ചെയ്ത് ഇറങ്ങുകയാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു പച്ചക്കറി സ്ഥലത്ത് പോയപ്പോൾ ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കേണ്ടെന്നുള്ള രീതിക്ക് വേറൊരു സ്ഥലത്ത് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് കാണിക്കാം. ഷുബേബി ഐസ്ക്രീമൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. നമ്മൾ മറ്റൊരു പച്ചക്കറി കടയിലേക്ക് പോയിട്ടുണ്ട്. ഞാനിതാ ഉള്ളിയാണ് പൊറുക്കിയെടുക്കുന്നത്. എനിക്കിങ്ങനെ എടുക്കാനൊന്നും അറിയത്തില്ല കേട്ടോ. സാധനം വാങ്ങിച്ചിട്ട് ഒരു പരിചയമില്ലാത്ത ഒരാളാണ് ഞാൻ. അവരൊന്ന് ചോദിച്ചാണ് എടുക്കുന്നുണ്ടായേ. അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങൾ മാത്രമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നേരെ വന്നത് ധൻഷു ബേബിക്ക് ഫ്രൂട്ട്സ് വാങ്ങിക്കാനാണ്. അപ്പോൾ നമ്മളിതുപോലെ വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ തന്നെ ചിലവർ ചോദിക്കുന്നുണ്ട് യൂട്യൂബ് ചാനലുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ നമ്മളിനി സബർ ചില്ലി വാങ്ങിക്കണം കരുതിന്. പിന്നെ ഈ പച്ച ഈത്തപ്പഴം ഇതെൻ്റെ ഫേവറേറ്റ് സാധനമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. ഇതിൻ്റെ ചോപ്പ് കേട്ടോ. അപ്പോൾ ഞാൻ അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിതുപോലുള്ള ചവർപ്പ് അങ്ങനെയുള്ള ടേസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വേറെ ആർക്കും എൻ്റെ വീട്ടിലത് ഇഷ്ടമല്ല കേട്ടോ. ധൻഷു ബേബിക്ക് കൊടുത്തിട്ട് അവൻ കഴിക്കുന്ന പോലില്ല. പിന്നെ നമ്മൾ നേരെ വന്നത് വാച്ചിൻ്റെ കടയിലാണ്. അവരൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വാച്ച് വാങ്ങിക്കാമെന്നുള്ള ഇതിൽ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. ഭയങ്കര കളക്ഷൻ ഇല്ലെങ്കിലും അത്യാവശ്യം കളക്ഷൻ ഉണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു വാച്ചാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായത്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു വാച്ച്. അപ്പോൾ ധൻഷു ബേബി പറയുന്നുണ്ടായിരുന്നു എനിക്കും വാച്ച് വേണമെന്ന്. അപ്പോൾ അവനിപ്പം ഈ അടുത്താണ് നമുക്കൊരു വാച്ച് ഷൂബിഡോന്ന് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് പർച്ചേസ് ചെയ്തപ്പം. അപ്പോൾ അവനിപ്പം തൽക്കാലം വാച്ചിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് പിന്നെ വാങ്ങിക്കാൻ മോനെ എന്നൊക്കെ പറഞ്ഞ് അവനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ നമ്മൾ ഒരു സ്ഥലത്ത് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി നിർത്തി. ഫുഡ് മീൻസ് ചില്ലി അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ട്. ധൻഷു ബേബി എന്തിനാണ് കരയുന്നത്, ചില മുട്ടായി വേണം, പിന്നെ അവിടെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ടല്ലോ അതൊക്കെ വേണം എന്ന് പറഞ്ഞിട്ടാണ് അവൻ കരയുന്നത് കേട്ടോ. ഞാൻ അതൊന്നും വാങ്ങിച്ചു കൊടുക്കുന്ന ഒരാളല്ല, വല്ലപ്പോഴും വാങ്ങിച്ചു കൊടുക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളിതാ റോഡിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മുടെ പുതിയ റോഡ് കാണണ്ടേ, നല്ല അടിപൊളിയാണെന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മളെ പുതിയ റോഡ് ഇപ്പത്തും ഗൈസ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് സൈഡിലായിട്ടാണ് എൻ്റെ അച്ഛൻ്റെ കളിഷാപ്പ്. അച്ഛൻ വർക്ക് ചെയ്യുന്നത് ആ സൈഡിലാണ്. ഞാൻ ആ ഭാഗത്ത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഞാൻ മുന്നത്തെ വ്ളോഗിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിതാ വീട്ടിലേക്ക് എത്തി.
വീട്ടിലൊക്കെ എത്തിയതിന് ശേഷം ഇത് കുറേ സമയം കഴിഞ്ഞതിന് ശേഷം പിന്നെ എടുക്കുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ പിന്നെ വൈകുന്നേരം എന്തായാലും പെട്ടി പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ വരുമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസാണ് ഇവിടെ കാണുന്നത്. ഞാൻ കുറേ സംഭവങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ ജോലിക്ക് വരുമ്പോഴേക്കും കുറച്ച് പരിപാടിയൊക്കെ ഞാനും അച്ഛനൊക്കെ കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരും വന്നതിന് ശേഷം നമ്മളെല്ലാവരും കൂടെ അടുക്കളയിലുള്ള പരിപാടിയൊക്കെ പെട്ടെന്ന് തീർക്കുക. ഒരാൾ കൂടിയുണ്ട്, അമ്മമ്മ വന്നപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനിതാ വെളുത്തുള്ളീൻ്റെ തോലൊക്കെ കളയുന്നതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ സമയം നല്ലപോലെ വൈകുന്നേരമായിട്ടുണ്ട്. നമ്മൾ ചായ വെക്കാനുള്ള പരിപാടി, രാവിലെ ദോശ ഇടാനുള്ള പരിപാടി സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ വറവെടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ കറിക്ക് വേണ്ട തേങ്ങ ഓൾറെഡി വറുത്ത് വെച്ചിട്ടുണ്ട്. ധൻഷു ബേബി വന്നിട്ടുണ്ട് അതിലിടക്ക്. ധൻഷു ബേബി മുട്ടായൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട്. ചിക്കൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മീൻസ് നമ്മൾ അടുപ്പത്ത് വെക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബില്ല കലത്തിൽ ചോറും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം കുറേ ആൾക്കാർ വരുന്നുണ്ട് പെട്ടി പേക്ക് ചെയ്യാനും പിന്നെ ലാസ്റ്റ് അവൻ്റെ കൂടെ ഒന്ന് ജോയിൻ ചെയ്യാനൊക്കെ ആയിട്ട് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. അവൻ്റെ ഫ്രണ്ട്സും അങ്ങനെ നമ്മുടെ നാട്ടിലെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മളെ ചായയൊക്കെ തളിച്ച് ഞാനിതാ വറവ് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ചോറ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് അച്ഛൻ കയ്യിൽ കോരിയിട്ട് കൂട്ടയിൽ ഇട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് വറക്കാനാവില്ലല്ലോ ഇത്രയും വലിയ കലത്തിൽ വെച്ചതുകൊണ്ട് തന്നെ. അപ്പോൾ അതൊക്കെ വറണയിൽ നിന്ന് വറക്കുന്ന ആവിയൊക്കെ കാണാൻ നല്ല രസമുണ്ടല്ലേ. അപ്പോൾ ഞാനത് ജസ്റ്റ് അത് കണ്ടപ്പോൾ വീഡിയോ എടുത്തത്. കൊട്ടയിൽ ആ ചോറിങ്ങനെ വീഴുന്ന കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ജസ്റ്റ് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ തോന്നി. അപ്പോൾ സമയം ഒരു 8 മണി ആ സമയമൊക്കെ ആയിട്ടുണ്ട്. ഇവർ പാക്കിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവന് പിറ്റേ ദിവസം വൈകുന്നേരം 5 മണി 5:45 ആ സമയത്താണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. ഇത് അതിൻ്റെ തലേദിവസം രാത്രിയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പാക്ക് ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് അവരത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ സാധനങ്ങളും പൊറുക്കി വെക്കുന്നുണ്ട്. 30 കിലോ അങ്ങോട്ടല്ല പറ്റുമോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തൂക്കമൊക്കെ കണക്കാക്കി വെക്കുന്നുണ്ട് അവരത്. അപ്പോൾ എല്ലാവരും കൂടെ ആയിട്ട് ഇവരിവിടെ നിന്ന് ജോലിയാക്കുന്ന കൂടെ ഉണ്ട് തോന്നുന്നു. അപ്പോൾ ധൻഷു ബേബീൻ്റെ ഫ്രണ്ടും കൂടെ വന്നിട്ടുണ്ട്, യുവക്കുട്ടി. പിന്നെ ഇതൊക്കെ നമ്മളെ റിലേറ്റീവ്സാണ്. ചേച്ചി, വല്യമ്മ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ തിരിച്ചു പോകും. അപ്പോൾ യുവക്കുട്ടിയും ധൻഷു ബേബിയും ഇവിടുന്ന് ഓരോരോ സ്റ്റഡീസിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ ഇവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെനിക്കിഷ്ടപ്പെട്ട്. അവർ രണ്ടാളും മീറ്റ് ചെയ്തപ്പോൾ തന്നെ അവർ എന്താ പറയുക ഇത്തരം കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നുണ്ടായത്. പിന്നെ വേറൊരാൾക്കും കൂടെ വന്നിട്ടുണ്ടായിരുന്നു, ധൻഷുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നൈദിക് ലാൽ. അവൻ എന്തോ ഒരു മൂഡ് ശരിയില്ലെന്ന് തോന്നുന്നു. അവൻ അച്ഛൻ്റെ കൂടെ തന്നെയാണ്, ഇവരുടെ കൂടെ വരുന്നുണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവനെ വീട്ടിലേക്ക് കൊണ്ടായിരുന്നു, കരഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അതൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ കഴിക്കുന്നത്, ഞാനും അമ്മയും. പിന്നെ ഏറ്റവും ലാസ്റ്റാണ് ആകാശും അവൻ്റെ ഒരു ഫ്രണ്ടും. ഈ ഫ്രണ്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് അവൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉച്ചക്കാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത്. അതായത് അവൻ പോകുന്ന ദിവസത്തിന് ഉച്ചക്ക് കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം അവൻ പോകുന്നതുകൊണ്ട് സ്പെഷ്യലായിട്ട് ഫുഡ് ബിരിയാണിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, പിന്നെ പായസം അങ്ങനത്തെയൊക്കെ. അപ്പോൾ അന്നത്തെ ദിവസത്തിൽ നിന്ന് എനിക്ക് വ്ളോഗ് കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് നമ്മൾ സലാഡ് സ്ഥിരം ബിരിയാണിക്ക് ഉണ്ടാകുന്ന പോലെ തന്നെ. പിന്നെ നമ്മളൊരു പപ്പടത്തിൻ്റെ കഥ പറയുകയാണെങ്കിൽ, നമ്മൾ 2 ദിവസം മുന്നേ പപ്പടം മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ആ ദിവസം വാട്ടി അതെടുക്കാൻ മറന്നുപോയി. ഇതിൻ്റെ തലേന്ന്, അതായത് അവരൊക്കെ വന്ന ടൈം വാട്ടി അത് പിന്നെയും എടുക്കാൻ മറന്ന്. ഇപ്പോൾ ഈ ചോറ് നിന്ന് കാണിക്കുമ്പോൾ അപ്പോഴും ആ പപ്പടം എടുക്കാൻ മറന്നുപോയി. അതൊരു വല്ലാത്തൊരു പപ്പടമായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ ഓൾക്ലോത്തിലേക്ക് പോവുകയാണ്. കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ എൻ്റെ ലേണേഴ്സിൻ്റെ ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പേപ്പർ ഡ്രൈവിംഗ് സ്കൂളുകാർ അവിടെ ഉണ്ടായിരുന്നു, അവർ തന്നതാണ് കേട്ടോ. നമ്മളിവിടെ കണ്ടപ്പോൾ അവരത് ജസ്റ്റ് കയ്യിൽ ഏൽപ്പിച്ചാണ്. അപ്പോൾ നമ്മളിതാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഐസ്ക്രീം വേണം തോന്നിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അതിൻ്റെ കൂട്ടത്തിൽ സേമിയോ ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു പായസം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഐസ്ക്രീം കൊണ്ട് അത് കഴിക്കുന്നതാണ് ചെയ്യുന്നത്. ധൻഷു ബേബി അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളിതാ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല സേമിയ പായസം. അപ്പോൾ അതൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ആകാശ് ഇറങ്ങാൻ വേണ്ടി ഒരു 5:45 ആയിട്ടുണ്ട്.
അപ്പോൾ അത് പെട്ടിയൊക്കെ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. അവൻ്റെ ഫ്രണ്ട്സൊക്കെ എയർപോർട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മളിതാ ഇറങ്ങി. അവർ ട്രാവലറിലാണ് അവർ ഫ്രണ്ടിൽ പോകുന്നുണ്ടായി. നമ്മളെ വണ്ടിയിലാണ്. അപ്പോൾ വൈശാഖേട്ടൻ പറയുന്നുണ്ട് എന്നെ എടുക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ എവിടെ എത്തിയേ, നമ്മൾ വണ്ടി കുറച്ചും കൂടി അങ്ങോട്ടേക്ക് മുന്നോട്ട് പോയിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പിന്നെ നമ്മളിതാ പറശ്ശിനി എത്തിയിട്ടുണ്ട്. ഇവിടെ തൊഴാതെ പിന്നെ ഇവിടെ പാസ് ചെയ്ത് പോകത്തില്ല. ഇതുവഴി വരുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഈ ഒരു പറശ്ശിനി തൊഴാതെ പോകത്തിണ്ടാവില്ല അല്ലേ. അപ്പോൾ നമ്മൾ കുറേ അങ്ങോട്ടെത്തിയപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി മഴയാണ്. റോഡ് കാണാൻ വരെ പറ്റാത്ത അവസ്ഥയിലായിരുന്നു കേട്ടോ മഴ. അപ്പോൾ നല്ല ഇരുടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മട്ടന്നൂരൊക്കെ എത്തിയതിന് ശേഷം ഉണ്ടല്ലോ ഭയങ്കര മഴയാണ് കേട്ടോ. ഭയങ്കര മഴ എന്ന് വെച്ചാൽ അതാ ഗ്ലാസ് എന്താ പറയുക, പുറത്തേക്കുള്ള വ്യൂ കറക്റ്റ് കാണുന്നും കൂടിയില്ല. അത്രയ്ക്കും വലിയ മഴയാണ് ഉണ്ടായിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തി കേട്ടോ. അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ ഈ എയർപോർട്ട് തുടക്കത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. അതിന് ശേഷം ഇപ്പോഴാണ് വരുന്നത് കേട്ടോ. തുടക്കത്തിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുനിസിപ്പാലിറ്റിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്രൻറ്റീസ് ട്രെയിനി ആയിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ നിന്ന് അവരുടെ കെയർ ഓഫിൽ അങ്ങനെ വന്നതാണ്. മുനിസിപ്പാലിറ്റിക്കാർക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ കയറി കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഫസ്റ്റ് ടൈം ഞാൻ ആ എയർപോർട്ട് കാണുന്നത്. അപ്പോൾ പക്ഷേ ആ സമയം ഇപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ ഇതിൻ്റെ പുറത്തല്ലേ നമുക്ക് പോകാൻ വേണ്ടി പറ്റൂ. പക്ഷെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഫസ്റ്റ് ഓപ്പണിങ് ചെയ്ത സമയത്ത് തന്നെ പിന്നെ എല്ലാ പണിയൊക്കെ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്കത് എന്താ പറയുക വിസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗങ്ങളും കണ്ടിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലൊരു യാത്രയായിരുന്നു. നമുക്ക് അവിടെ നിന്ന് അടുത്താണ്, എന്നാലും എല്ലാവരും കൂടെ ആയിട്ട് നല്ലൊരു സ്ഥലത്തേക്ക് പോയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് പെട്ടെന്ന് ഇവിടെ എത്തിയപ്പോൾ ഓർമ്മ വന്നേ. അപ്പം അങ്ങനെ നമ്മളിതാ ഇവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം വീണ്ടും അങ്ങോട്ടേക്ക് പുറത്തേക്കുള്ള വ്യൂ അത്യാവശ്യം രസമുണ്ടായിരുന്നു. മഴയായതുകൊണ്ട് അങ്ങനെ വലിയൊരു ഇതുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതങ്ങനെ എത്തിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമ്മളിതാ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ അവന് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ അവൻ കയറുന്നവരെ നമ്മൾ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് സെൽഫി എടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളതാണ് കേട്ടോ. അടുത്ത കലാപരിപാടികൾ ഇതൊക്കെയാണ് ഇവിടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവനങ്ങ് ഉള്ളിലേക്ക് കയറിപ്പോയതിന് ശേഷം നമ്മളിവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ ചെയ്തേ. ഫ്ലൈറ്റ് 10 മണിക്കെങ്ങാനാണ്. നമ്മളവിടെ എന്താ പറയുക ഒരു 3 മണിക്കൂർ മുന്നേ അങ്ങനെ ഇവിടെ എത്തണം തോന്നും. അപ്പോൾ അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ലാസ്റ്റ് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ആകാശ് പ്രവാസിയാണ് ഗൈസ്. അപ്പോൾ എല്ലാവരുടെയും യാത്ര പറയുകയാണ്. അച്ഛൻ്റെ കാലൊക്കെ തൊട്ടറിൽ വെച്ചിട്ടാണ് അവൻ പോയിട്ടുണ്ടായത്. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആ സമയത്ത് ഫോൺ ഓൺ ചെയ്യാൻ വേണ്ടി എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അവൻ പോകുന്നത് നോക്കി നിൽക്കുകയാണ്. എല്ലാവരോടും യാത്ര പറയുന്നതാണ് ഉണ്ടായത്. അപ്പോൾ അത് അൻഷു ബേബിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അവനങ്ങനെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇനി കുറേ കഴിഞ്ഞിട്ടല്ലേ വരൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവൻ ചിലപ്പോൾ ട്രാവലർ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അവൻ്റെ കൂടെയായിരുന്നു. അവൻ പറഞ്ഞു കൊടുത്തതായിരിക്കും ഇനി കുറേ കഴിഞ്ഞിട്ടേ വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോകുമ്പം പറയുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങനെ ആളുള്ളിലേക്ക് കയറുന്നുണ്ട്.
അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ വണ്ടീൻ്റെ അടുത്തേക്ക് പോവാണ്. എസ്കലേറ്ററിൽ ഇറങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കണം ഗൈസ്. അപ്പോഴത്തേക്കും കറക്റ്റായിട്ട് എൻ്റെ ക്യാമറയ്ക്ക് എന്തോ ഒരു കല വീണിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല കേട്ടോ. അതായത് നമ്മുടെ കയ്യിലെ മെഴുക്കൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അത് തടക്കാനുള്ള തുണിയും ഞാൻ കർച്ചീഫൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വണ്ടി വെച്ച സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അച്ഛൻ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതാ ഫുള്ളായിട്ടുള്ളൊരു ഇത് ഞാൻ വെറുതെ ഫോട്ടോ എടുത്ത് വെച്ചാണ്. എന്നാണ് അവൻ പറയുന്നത്. അവൻ ആകാശിൻ്റെ ഫ്രണ്ട് ജദുവിൻ്റെ മടിയിലായിരുന്നു കേട്ടുണ്ടായേ. ജദു മീൻസ് യദു എന്നാണ് അവൻ്റെ ശരിക്കും പേര്, പക്ഷേ ഇത് അൻഷു അവനെ ജദു എന്നാണ് ഗൈസ് വിളിക്കാറ്. അതുകൊണ്ട് നമ്മളും ജദു തന്നെയാണ് വിളിക്കുക. അപ്പോൾ അവൻ്റെ മടിയിലായിരുന്നു അവൻ ഉണ്ടായിട്ടുണ്ടായത്. അവൻ വരുന്നുണ്ടായില്ല നമ്മളിവിടെ വണ്ടിയിൽ. അപ്പോൾ ഇത്രയും പേരാണ് ആകാശിനെ കൊണ്ടുവിടാൻ വേണ്ടി വന്നത്. ഇതൊക്കെ അവൻ്റെ ഫ്രണ്ട്സാണ്, നാട്ടിലേതായാലും അവൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.